അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. സ്നേഹമുള്ള സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരമൊരു പരിപാടിക്ക് ഞങ്ങൾ നിർബന്ധിതരായതാണെങ്കിലും ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു മഹാപ്രബോധക പ്രസ്ഥാനത്തെ ആളുകൾക്ക് പരിചയപ്പെടുത്തുവാനും അടുത്തറിയുവാനുമുള്ള ഒരവസരമായിരിക്കുന്നു എന്നതിൽ അത്യധികമായ സന്തോഷം ഈ പരിപാടി ഇവിടെ തുടങ്ങുമ്പോൾ ഉണ്ട്. അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായി ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നമ്മുടെ നാട്ടിൽ സംഘങ്ങളായി കൂട്ടായ്മകളായി പ്രവർത്തിക്കുന്ന എല്ലാ കൂട്ടായ്മകൾക്കും ആത്യന്തികമായി അവർ ജനങ്ങളോട് പറയുന്ന ഒരു ലക്ഷ്യമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്കെല്ലാവർക്കും പറയാതെ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ മതസംഘടനകളായി വേറിട്ടു നിൽക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളും എന്തു ലക്ഷ്യം വയ്ക്കുന്നു എന്ന് പലപ്പോഴും ഇത് സംഘടിപ്പിക്കുന്ന ആളുകളും മതസംഘടനകളിൽ പ്രവർത്തിക്കുന്നവരും മറന്നു പോകുന്നുവോ എന്നത് പല സാഹചര്യങ്ങളും പല പ്രഭാഷണങ്ങളും പല സന്ദർഭങ്ങളും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലായിട്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ സലഫി കൂട്ടായ്മയുടെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലക്ഷ്യം ഏതാനും ചില വാക്കുകളിൽ പറയുക എന്നതും ഇനി വരാൻ പോകുന്ന ആദർശ വിശദീകരണ പരിപാടിയിലേക്കുള്ള ഒരു ആമുഖം കുറിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഈ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യുകയും അതിൻ്റെ അർത്ഥം അപൂർവമായിട്ടെങ്കിലും വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യാത്ത ആളുകൾ മുസ്ലിം സാമാന്യ ജനങ്ങളിൽ ഉണ്ടാവുക അപൂർവമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിലേക്ക് വന്നിട്ടുള്ള ഇതിൻ്റെ പ്രവർത്തകന്മാർ മാത്രമല്ല, ഇതിൻ്റെ ശബ്ദം അകലെ നിന്നും അടുത്തു നിന്നും എല്ലാം ശ്രവിക്കുന്നവരോട് ഞാൻ ആദ്യമായി അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് വായിച്ചു പോയ ഓതിപ്പോയ വചനങ്ങളുടെ ആശയങ്ങളെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ എന്താണ് വിശുദ്ധ ഖുർആൻ ആത്യന്തികമായി അതിൻ്റെ അഭിസംബോധിതരെ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്? ഏതൊരു മുസ്ലിമിനും ലളിതമായി പറയാൻ പറ്റും, ഈ ലോക ജീവിതത്തിനപ്പുറത്ത് നമ്മുടെ കാഴ്ചയിൽപ്പെടാത്ത, നമുക്ക് സ്വന്തം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്ത, അനശ്വരവും അനന്തവും അവസാനിക്കാത്തതുമായ ഒരു ജീവിതമുണ്ടെന്ന് ഉറപ്പിച്ചു പറയുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. ആ ഒരു ജീവിതമുണ്ടെന്ന് പറയുക മാത്രമല്ല, നമ്മുടെ കണ്ണിൽ കാണുന്ന ഈ ഭൗതിക ജീവിത സാഹചര്യങ്ങളെക്കാളും യാഥാർത്ഥ്യത്തോടെ മനുഷ്യൻ ശാരീരികമായും മാനസികമായും മരണാനന്തരം ഒരു ജീവിതത്തിൽ എത്തിപ്പെടുമെന്നും, യഥാർത്ഥത്തിൽ ഇന്ന് വീടും കുടുംബങ്ങളുമായി നാം താമസിക്കുന്ന, അതേപോലെ തന്നെ കായും കനികളും ജലവും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും കാലാവസ്ഥകളുമുള്ള ഈ ലോകത്തുനിന്ന് വ്യത്യസ്തമായ ലഹിയൽ ഹയവാൻ
ഒരു ജീവിതം തന്നെ മനുഷ്യന് പുലരുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. സഅമല്ലദീന കഫറു അല്ല യുബ്അസു, സത്യനിഷേധികളായ ആളുകൾ പറഞ്ഞു ഒരിക്കലും മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ലെന്ന്. പക്ഷെ അള്ളാഹു പറയുന്നു ബലാ വ റബ്ബീ ലതുബ്അസുന്ന, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലളിതമായി നമുക്ക് ആശയം കൈമാറി തന്നിട്ടുണ്ട്. ലോകത്തുള്ള പ്രവാചകന്മാരെല്ലാം വഫാത്തായി കഴിഞ്ഞാൽ അവിടെ ശരീരങ്ങൾ മണ്ണു തിന്നാതെ മണ്ണിൽ കിടക്കുമെന്നാണ്. എല്ലാ അമ്പിയാക്കളുടെയും ശരീരം, ഭൗതിക ശരീരം ഒരു കേടും പറ്റാതെ മണ്ണിൽ കിടക്കും. എന്നാൽ ബാക്കിയുള്ള മനുഷ്യരെല്ലാം മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ശരീരത്തിലെ നട്ടെല്ലിൻ്റെ അഗ്രഭാഗത്തുള്ള ഒരു അലുമുദ്ദനബ്, ഒരു ചെറിയ കഷ്ണം, ഒരു അസ്ഥി കഷ്ണം, മൃഗങ്ങൾക്ക് വാല് മുളക്കുന്ന സ്ഥാനത്തുള്ള മനുഷ്യൻ്റെ ഒരു അസ്ഥി കഷ്ണം എങ്ങനെ കരിച്ചു കളഞ്ഞാലും യുഗാന്തരങ്ങളിൽ ഒരു ശരീരം ഭൂമിയിൽ കിടന്നാലും ആ ഒരു കഷ്ണം ഭൂമിക്ക് നശിപ്പിക്കാനാവില്ലെന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ലോകത്ത് ഇതുവരെ ജീവിച്ച് മരിച്ചുപോയ മുഴുവൻ ആളുകളുടേതും നമ്മുടേതും ഇനി ജനിക്കാനിരിക്കുന്നവരുടെയും മുഴുവനും ഒരവശിഷ്ടം, ശരീരത്തിൻ്റെ ഒരു ഭാഗം ഈ ഭൂമിയിൽ കിടക്കുമെന്നാണ്. ഫീഹി യുറക്കബുന്നാസ്, ആ ചെറിയ ഒരു അസ്ഥി കഷ്ണത്തിൽ നിന്നും, ഒരു ടിഷ്യൂവിൽ നിന്നും മനുഷ്യൻ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നതാണ് വസ്തുത. സുഹൃത്തുക്കളെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. നാം ഇന്ന് മഗ്‌രിബിക്ക് പള്ളിയിൽ നമസ്കരിച്ചുവെങ്കിൽ പള്ളിയിലേക്ക് നമ്മളെ എത്തിച്ചത് ഈ യാഥാർത്ഥ്യബോധമാണ്. ഒന്ന് തുപ്പാനൊരുങ്ങുമ്പോൾ അത് ഇടതുഭാഗത്തേക്കാകട്ടെ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ പിന്നിൽ ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ കിട്ടേണ്ട പ്രതിഫലത്തെക്കുറിച്ചുള്ള ബോധമാണ്. നമ്മുടെ അയൽവാസി ഒരു പ്രതിസന്ധിയിൽ വന്ന് വായ്പ ചോദിക്കുമ്പോൾ നാം മറ്റു കാര്യത്തിന് എടുത്തു വെച്ച വിലപ്പെട്ട പണം അയാൾക്ക് തൽക്കാലം തിരിച്ചു കിട്ടില്ലെന്ന് തോന്നിയാൽ പോലും കൊടുക്കുന്നത് ആ ഒരു പുതിയ ജീവിതത്തിൻ്റെ തിരിച്ചുവരവിൽ ആശ്വാസവും സമാധാനവുമാകുവാനാണ്. ഇതൊരു സങ്കല്പമല്ല സുഹൃത്തുക്കളെ, ഒരു സ്വപ്നമല്ല. ആളുകൾ തിന്മയിൽ നിന്ന് അകലാനും നന്മ പ്രവർത്തിക്കുവാൻ വേണ്ടി പറഞ്ഞു വെച്ച ഒരു അസത്യവുമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആനിലെ മനോഹരമായ ഒരു സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. ആ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുമ്പോൾ വളരെ മനോഹരമായ ഒരു വാചകം അതിൽ ആവർത്തിക്കുന്നുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, മനുഷ്യരെ, ജിന്നുകളെ, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? രണ്ട് വിധം അനുഗ്രഹങ്ങളെ എണ്ണി പറയുകയാണ് ആ സൂറത്തിൽ. ഏതാണ് സുഹൃത്തുക്കളെ ആ അനുഗ്രഹങ്ങൾ? എല്ലാം എണ്ണി പറയുന്നുണ്ട്. ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളെ എണ്ണി പറയുമ്പോൾ ആ കൂട്ടത്തിൽ സ്വർഗമെന്ന സമ്പൂർണ്ണ ജീവിത സുഖ ലോകത്തിൻ്റെ യാഥാർത്ഥ്യ ചിത്രങ്ങളെ അനാവരണം ചെയ്യുകയാണ് ഖുർആനിൻ്റെ സൂക്തങ്ങൾ ചെയ്യുന്നത്. എല്ലാം അവിടുത്തെ പഴങ്ങളെക്കുറിച്ച്, പട്ടികളെക്കുറിച്ച്, പരവതാനികളെക്കുറിച്ച്, ആ സ്വർഗത്തിൻ്റെ നിറത്തെക്കുറിച്ച്, വർണ്ണത്തെക്കുറിച്ച്, അവിടുത്തെ വീടുകളെക്കുറിച്ച്, അവിടെയുള്ള തരുണികളെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച്, എന്തെല്ലാം മനുഷ്യൻ്റെ മനസ്സിൻ്റെ സന്തോഷങ്ങളായി ആഗ്രഹങ്ങളായി ഉണ്ടോ അങ്ങനത്തെ ഒരു സ്വർഗത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഏത് പ്രസ്ഥാനം, ഏത് പാർട്ടി എന്നതല്ല വിഷയം. എനിക്കും നിങ്ങൾക്കും സ്വർഗം കിട്ടുമോ ഇല്ലയോ? ഇതാണ് ഒരു വിശ്വാസിയുടെ മനസ്സിന്റെ ചോദ്യം. ഞാൻ ഏത് ഗ്രൂപ്പിന്റെ ഭാഗമായി, ഏത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി, ഏത് നേതാവിന്റെ അനുയായിയായി, ഞാൻ ഏത് കൊടി പിടിച്ചു, ഞാൻ ഏത് പോസ്റ്റർ ഒട്ടിച്ചു, അതല്ല സുഹൃത്തുക്കളെ പ്രശ്നം. അനേകം വരകൾ വരച്ച് ഒരൊറ്റ വര നീട്ടി വരച്ചിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ചംഗീകരിക്കുന്ന ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞത് ഈ ഒരൊറ്റ വഴിയേ ശരിയായ വഴിയുള്ളൂ, ഫത്തബിഊഹു, ആ വഴി നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉസ് സുബൽ, മറ്റൊരു വഴിയും നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറക ബികും അൻ സബീലി, അപ്പോൾ നിങ്ങൾ ശരിയായ മാർഗത്തിൽ തെറ്റിപ്പോകും. സുഹൃത്തുക്കളെ, ചിന്തിച്ചോളൂ, ആലോചിച്ചോളൂ. പല പ്രസ്ഥാനങ്ങളും വിഭാഗങ്ങളുമായി തിരിഞ്ഞ് അവസാനം തീരുമാനിച്ചെന്തറിയോ? ഞങ്ങളുടെ ആൾക്കാർ പറയണത് മാത്രം കേട്ടാൽ മതി എന്നാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ആളുകൾ പറയാത്ത, നമ്മൾ തെറ്റിദ്ധരിച്ച മറ്റുള്ളവർ പറയുന്നത് പോലും കേൾക്കുവാനുള്ള ഒരു മനസ്സ്, വിശാലത, അതാണ് ഈ പരിപാടി ഈ നാട്ടിലെ ആളുകൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. നിങ്ങൾ ജനിച്ചത് ഏത് പ്രസ്ഥാനത്തിലാവട്ടെ, നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിൻ്റെ പള്ളിയിൽ കഴിയുന്നവരാകട്ടെ, പോകട്ടെ, ഇസ്ലാമിൻ്റെ പേരിൽ, ഖുർആന്റെ പേരിൽ, സുന്നത്തിൻ്റെ പേരിൽ ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ എന്താണ് വസ്തുത? ഒരു താരതമ്യ പഠനത്തിന്, ഒരു കേൾക്കലിന് അതിന് തയ്യാറാകണം. ഇവിടെ ഒരു പോസ്റ്റ്മോർട്ടമാണ് നടക്കുന്നത്.
ഒരു പക്ഷെ അല്പം ദയയില്ലാത്തൊരു പോസ്റ്റ്മോർട്ടം. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആശയങ്ങളെ മഹത്തായ തൗഹീദിൽ പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ അതാ പ്രസംഗത്തിന്റെ വരികളിട്ട് സത്യസന്ധമായി വിശകലനം ചെയ്ത്. എന്തിനാ വിശകലനം ചെയ്യണ നിങ്ങൾ? ഒരു പാർട്ടിയെ തോൽപ്പിക്കാനല്ല, ഒരു പ്രസ്ഥാനത്തെ അരിക്കാക്കാനല്ല, അവഹേളിക്കാനല്ല, ജനമധ്യത്തിൽ അവരെ അപഹസിക്കാനല്ല. ഇത് എന്റെയും നിങ്ങളുടെയും സ്വർഗത്തിന്റെയും നരകത്തിന്റെയും പ്രശ്ന സുഹൃത്തുക്കളെ. അത് മനസ്സിലാക്കണം. നാം എല്ലാവരും സുന്നിയാവട്ടെ, മുജാഹിദാകട്ടെ, ജമാഅത്തുകാരനാവട്ടെ, മരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളും ബന്ധുക്കളും അടുത്തിരുന്ന് ചൊല്ലിത്തരുന്ന ഒരു വചനമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം. അതിനൊരർത്ഥമുണ്ട് സുഹൃത്തുക്കളെ. ആ അർത്ഥത്തിലാണ് ഇവിടെ പ്രസ്ഥാനങ്ങൾ ഭിന്നിച്ചത്. മൗലാന മൗദൂദി സാഹിബ് വ്യാഖ്യാനിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഇന്ന് കാണുന്ന ജാറങ്ങളും കവറുകളും കെട്ടിപ്പൊന്തിച്ച് ഇവിടുത്തെ മറ്റു സമുദായക്കാർ ചെയ്യുന്ന പോലെയുള്ള പൂജകളും ആഘോഷങ്ങളും അതേപോലത്തെ കർമ്മങ്ങളും ചെയ്തിട്ടും ഇതിലൊന്നും ഇസ്ലാമിന് വിരുദ്ധമായ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവരും പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ഒരാൾ എന്തു ചെയ്താലും പ്രശ്നമില്ല എന്നാണ്. ഇപ്പൊ സുഹൃത്തുക്കളെ, എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം? കെട്ടിപ്പൊന്തിക്കപ്പെട്ട കവറിന്റെ മുകളിലെ പച്ച തുണിയിൽ എഴുതി വെച്ച ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന എന്താണ്? തൗഹീദിന്റെ മർമ്മം തിരിയുമ്പോൾ തിരിയേണ്ടതാണ്. എന്തിനാ സുഹൃത്തുക്കളെ? നമ്മുടെ പരലോകം രക്ഷപ്പെടാൻ. നിങ്ങൾക്ക് ഉറപ്പിച്ചോളൂ, എന്ത് സേവന പ്രവർത്തനങ്ങൾ ചെയ്താലും, എന്ത് ത്യാഗം ചെയ്താലും, എത്ര നന്മ ചെയ്താലും, എത്ര തസ്ബീഹ് ചൊല്ലിയാലും, എത്ര ഖുർആൻ ഓതിയാലും സ്വർഗം നിഷിദ്ധമാക്കുന്നത് ഒരു തെറ്റ് മാത്രമേ ഉള്ളൂ. അത് വ്യഭിചാരമല്ല സുഹൃത്തുക്കളെ, മദ്യപാനമല്ല. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആര് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവോ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗമെല്ലാം. സുഹൃത്തുക്കളെ, എന്തോന്ന് ശ്രദ്ധിച്ചു കേട്ടാൽ, നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രസംഗവും, എല്ലാ രാഷ്ട്രീയ പ്രസംഗവും, വാട്സപ്പിൽ വരുന്ന എല്ലാ മെസ്സേജുകളും ശ്രദ്ധയോടുകൂടെ വായിക്കുന്നവരെ നമുക്ക് എന്തുകൊണ്ട് പഠിച്ചുകൂടാ? ഈ പ്രസ്ഥാനങ്ങൾ എന്തിന് ഭിന്നിച്ചു നിൽക്കുന്നു? തൗഹീദിന്റെ മർമ്മത്തിലും ഷഹാദത്ത് കലിമയിലും ഇവർ തമ്മിൽ എന്താണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? പഠിക്കാനുള്ള ഒരു നല്ല അവസരമാണ് സുഹൃത്തുക്കൾ. ഇത് പഠിക്കണം എന്തിനറിയോ? നമ്മളെ പരലോകം രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്, വേറൊന്നിനുമല്ല. ഈ അഭിപ്രായ ഭിന്നതകൾക്കിടയിൽ സത്യത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു മാനദണ്ഡം ഏത് സാധാരണക്കാരനും ഒരു ദർസിൽ ഓതേണ്ട സുഹൃത്തുക്കളെ. അറബി കോളേജിൽ പഠിക്കണ്ട, ഗൾഫിലെ യൂണിവേഴ്സിറ്റി പോയിട്ട് പഠിക്കണ്ട. ഏതൊരു സാധാരണക്കാരനും ആളുകൾ ഭിന്നിച്ച് പല പാർട്ടികളും കക്ഷികളുമായി നിൽക്കുമ്പോൾ സത്യമറിയാനുള്ള ലളിത മാർഗം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ട പോയത്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ ഈ മാനദണ്ഡം തിരിഞ്ഞാൽ അവന് പെട്ടെന്ന് മനസ്സിലാവും ഈ പ്രസ്ഥാനങ്ങളിൽ ഏതാ ശരിയെന്ന്. അത് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം അതേതാ സുഹൃത്തുക്കളെ? സതഫ്തരികു ഉമ്മത്തി സലാസും വസബഈന ഫിർഖ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് പറഞ്ഞു 73 കക്ഷികളാകും. സുഹൃത്തുക്കളെ, എത്ര കക്ഷികളായി വേർതിരിഞ്ഞാലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതിൽ ഒരു കൂട്ടർ മാത്രമേ സ്വർഗ്ഗത്തുള്ളൂ. അല്ല, പേര് പറഞ്ഞു പോയിക്കാണെങ്കിൽ എളുപ്പമല്ലേ സുഹൃത്തുക്കളെ? പേര് പറഞ്ഞില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ അന അലൈഹിൽ യൗമ വാ സുഹാബി, ഞാനും എൻ്റെ സഹാബത്തും 23 കൊല്ലം സുഹൃത്തുക്കളെ നൂലും അങ്ങനെ ഇറക്കല്ല, നേർക്ക് നേരെ പഠിപ്പിച്ചു കൊടുത്ത് കിട്ടിയ ഖുർആനും വഹിയും സഹാബത്തിന് നേരെ ചൊവ്വെ പഠിപ്പിച്ച് കാണിച്ചു കൊടുത്തതാണ്. അന്നുള്ളതൊക്കെ ദീനാണ്, അന്നില്ലാത്തതൊന്നും ദീനല്ല. എത്ര ലളിതമാണ് സുഹൃത്തുക്കളെ. ഇന്ന് ദീൻ്റെ പേരിൽ എന്തൊക്കെ നടക്കുന്നു അതൊക്കെ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ, സഹാബത്തിന്റെ കാലത്തുണ്ടോ? ലളിതമായ ചോദ്യം, വളരെ ലളിതമായിട്ട് ആർക്കും മനസ്സിലാവുക. അപ്പോൾ കുറേ ആൾക്കാർ മാറി നിൽക്കണം എന്താന്ന് വിചാരിച്ചാൽ ഇതൊന്നും നമുക്ക് പഠിച്ചാൽ മനസ്സിലാവില്ല, വെറുതെ കേൾക്കാൻ പോകണ്ട, മനസ്സിലാക്കാൻ പോകണ്ട, നമ്മൾ പോകേണ്ട വഴിക്ക് പോകാമെന്നാണ്. സുഹൃത്തുക്കൾ, ലളിതമായ ഒരു മാർഗം, മാനദണ്ഡമാണിത്. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളതാണ് ദീന്. അത് സഹാബത്തിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന കാര്യമാണ്. വളരെ ലളിതമാണ് ആ പരിശോധന, ആർക്കും പറ്റും. ഇപ്പോൾ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിൽ പ്രവാചക സ്നേഹം എന്ന പേരിൽ എന്ത് ചെയ്യുന്നു? നബിദിനം ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വിപുലമായി ജാഥകളായി റാലികളായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ആഘോഷിക്കുന്ന ആളുകൾ പ്രസംഗിക്കുമ്പോൾ ആയത്ത് പറയും, സൂറത്ത് യൂനുസിൽ ആയത്ത് പറയും, ഫബിദാലിക ഫൽയഫ്റഹു, ഹദീസുകൾ പറയും. ഒരു സാധാരണക്കാരൻ്റെ ലളിതമായ ചോദ്യമാണ് ഈ മാനദണ്ഡം വെച്ച്. എന്താ? ആർക്കും ചോദിക്കുക ഈ ചോദ്യം. ഏത് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ടോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം അത് ആഘോഷിക്കാൻ? പ്രവാചകന്റെ വചനങ്ങൾ ഒരു ഹദീത്തുണ്ടോ? എങ്കിൽ മാന്യമായൊരു ചോദ്യം, വിശുദ്ധ ഖുർആനിലെ മുഴുവൻ വചനങ്ങളെയും പ്രവാചകന്റെ വചനങ്ങളെയും ജീവിതത്തിൽ പൂർണ്ണമായും പ്രയോഗവൽക്കരിച്ച സ്വഹാബത്ത് നബിദിനം ആഘോഷിക്കുവാനുള്ള ആയത്തെന്തേ കാണാതെ പോയോ? ഇത് ചോദിക്കാൻ സുഹൃത്തുക്കളെ തഫ്സീർ നോക്കണ്ട. ഈ ചോദിക്കാൻ ഒരു സാധാരണക്കാരന് സത്യം മനസ്സിലാകാൻ
നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഈ മാനദണ്ഡം മനസ്സിലാകാൻ തഫ്സീർ നോക്കണ്ട, ഒറ്റ ചോദ്യമുള്ളൂ. ഖുർആനിൽ ആയത്തുണ്ട്, സൂറത്ത് യൂനുസിൽ ആയത്തുണ്ടെങ്കിൽ ഇത് ആയിഷ റളിയല്ലാഹു അൻഹ ഓതിയിട്ടുണ്ടാകുമല്ലോ ഈ ആയത്ത്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓതിയിട്ടുണ്ടാകുമല്ലോ ഈ ആയത്ത്. ഈ ആയത്ത് ഓതിയപ്പോൾ അതിൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ആയത്ത് അവർ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാതെ പോയോ? സുഹൃത്തുക്കളെ, എത്ര നല്ല മാനദണ്ഡം! ഈ മാനദണ്ഡത്തിന്റെ പേരിലാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്നുള്ള പേര് കിട്ടിയത്. ഷിയാക്കളിൽ നിന്ന് വ്യത്യസ്തമായി ലോകത്തെ മറ്റ് മുസ്ലിങ്ങളെ നാമകരണം ചെയ്യുന്ന പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. സുഹൃത്തുക്കൾ, ആ ഒരു അറബി വാക്കിന്റെ അർത്ഥമെങ്കിലും ചിന്തിക്കാൻ നമുക്ക് സമയമുണ്ടാവണ്ടേ? അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ സുന്നത്തിന്റെ ആളുകൾ, വൽ ജമാഅ എന്ന് പറഞ്ഞാൽ സംഘം. ഏതാണ് ആ സംഘം? സ്വഹാബത്ത്. സുന്നത്തിന്റെ ആളുകളും സ്വഹാബത്തിന്റെ ആളുകളും അവരാണ് സത്യത്തിന്റെ കക്ഷി. സ്വഹാബത്ത് ചെയ്തോ? ഇന്നും ഉഹുദിൽ പോയാൽ നമുക്ക് കാണാം അവിടുത്തെ ഇസ്ലാമിലെ സ്വഹാബികളായ രക്തസാക്ഷികളുടെ കബറുകളുണ്ട് അവിടെ. സുഹൃത്തുക്കളെ, ഒന്നിന്റെ മേൽ പോലും ഒരു ഹോളോബിക്സ് വെച്ചിട്ടില്ല, ഒരു പച്ച ടവല് വിരിച്ചിട്ടില്ല. എന്തേ കാര്യം? നൂറ്റാണ്ടുകളായി അങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല, സ്വഹാബത്തിന്റെ മാതൃകയിലില്ല. നോക്കൂ നിങ്ങൾ, ഓതേണ്ട പുണ്യഗ്രന്ഥങ്ങളെയും പുണ്യവചനങ്ങളെയും ബെയ്ത്തുകളെയും കൊടുത്തിട്ടുള്ള കിതാബുകൾ, മൗലൂദ് കിതാബുകൾ വിൽക്കുന്ന സ്ഥലത്ത് പരസ്യം എഴുതി വെച്ചത് എന്താ അറിയുള്ളൂ? ഈ കിതാബ് വാങ്ങിയാൽ പിന്നെ ഒരു ഏട് വീട്ടിൽ ആവശ്യമില്ല, ഇത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഏട് വീട്ടിൽ ആവശ്യമില്ല. അതിൽ ഖുർആന്റെ സുഹൃത്തുക്കളല്ല, ഖുർആൻ അതിൻ്റെ ഉള്ളിലില്ല, എഴുതി വെച്ച ആൾ മറന്നുപോയി. ഈ സൂക്തങ്ങൾക്ക് അപ്പുറം വേറൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് കണ്ടിട്ടുണ്ടോ ഈ ഓതുന്ന ഏതെങ്കിലും ഒരു ബെയ്ത്ത്? ഇന്ന് ഓതുന്ന മലയാളത്തിലും തമിഴിലും അറബിയിലുമുള്ള ഏതെങ്കിലും ഒരു ബെയ്ത്ത് സ്വഹാബത്ത് കയ്യിൽ പിടിച്ച് പാരായണം ചെയ്തിട്ടുണ്ടോ സുഹൃത്തുക്കളെ? അൽ ജമാഅ, അതാണ് സ്വഹാബത്ത്. ഏറ്റവും അത്ഭുതകരമായി തോന്നിയ എന്താ പറയുക, ഈ അടിസ്ഥാന സാങ്കേതിക പദങ്ങളുടെ അർത്ഥം പോലും വലിയ വലിയ ആളുകൾക്ക് അറിയുകയില്ലേ എന്ന് ഒരു പക്ഷേ ഇവിടെ നമ്മൾ വിശകലനം ചെയ്യുന്ന പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും. ഇപ്പൊ സലഫ് എന്ന് പറഞ്ഞാൽ, സലഫികൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്രസ്ഥാനത്തിന്റെ പേരാണെന്നാണ് സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ നാട്ടിൽ തിരിച്ച്. സലഫ് എന്ന് പറഞ്ഞാൽ അൽ ജമാഅ എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം പൂർവികന്മാർ എന്നാണ്, മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ എന്നാണ്. ആ കഴിഞ്ഞു പോയ ആളുകളുടെ മാർഗം നമ്മൾ നോക്കണമെന്നേ, അത് നോക്കുന്നവരാണ് സലഫികൾ എന്നേ ആ വാക്കിന് അർത്ഥമുള്ളൂ. അതൊരു ഇസത്തിന്റെ പേരല്ല, ഒരു പാർട്ടിയുടെ പേരല്ല, ഒരു മാനദണ്ഡത്തിന്റെ പേരാണ് എന്ന് സലഫി പ്രസ്ഥാനം ആദ്യ നാളുകൾ തൊട്ട് തന്നെ പഠിപ്പിച്ചു വരുന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ശരിയായ സത്യത്തെ വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും വിഷയമാണ്. അതുകൊണ്ട് മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള സമയങ്ങളെ യഥാവിധി ശരിയായ രൂപത്തിൽ നമ്മൾ വിശകലനം ചെയ്യണം. സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തിനെ ആര് തെറ്റിദ്ധരിപ്പിച്ചാലും ആരതിനെക്കുറിച്ച് പറഞ്ഞാലും ഒരു വസ്തുത നമ്മൾ പറയാം. ഇപ്പോൾ നമ്മളെ അങ്ങേയറ്റം വിമർശിക്കുകയും അങ്ങേയറ്റം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ മറ്റു പല പ്രസ്ഥാനങ്ങളിലുമുണ്ട്. പക്ഷെ അവരൊക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ? നമ്മൾ എന്ത് പറയുന്നുവോ ആ പ്രമാണങ്ങളോടും ദീനിനോടും ഖുർആനോടും സുന്നത്തിനോടും പ്രതിബദ്ധത പുലർത്തുന്നവരാണെന്നാണ്. അതാണ് നമുക്കുള്ള സമാധാനം. ഒരാൾ മൈക്ക കെട്ടി ഒരു ദിവസം പ്രസംഗിച്ചാൽ മാത്രം തെറ്റിദ്ധരിപ്പിക്കപ്പെടാവുന്നവരല്ല മുജാഹിദുകൾ. നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണല്ലോ. നമ്മൾ എത്രമാത്രം മതേതരത്വത്തെ അംഗീകരിക്കുന്നു, എത്രമാത്രം ഭീകരവാദത്തെ എതിർക്കുന്നു, തീവ്രവാദത്തെ എതിർക്കുന്നു എന്നൊക്കെ സുഹൃത്തുക്കളെ അയൽപക്കങ്ങളിൽ താമസിക്കുന്ന, കൂട്ടുകാരായി താമസിക്കുന്ന, സഹപ്രവർത്തകരായി ജോലി ചെയ്യുന്ന ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് നിമിഷങ്ങളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റൊരു കാര്യമല്ല. എന്തായാലും ഒരാൾ മുജാഹിദായി കഴിഞ്ഞാൽ അവൻ 5 വക്ത് നിസ്കരിക്കും, അവൻ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ പാലിക്കും, അതിൻ്റെ കാര്യങ്ങളിൽ അയാൾക്കൊരു ചിട്ടയുണ്ടാകും, നിഷ്ഠയുണ്ടാകും എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തെ അറിയുന്ന ആർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ പരിപാടി വെക്കുന്നതും ഞങ്ങൾ വിശദീകരണമൊക്കെ ഞങ്ങൾ ദീനിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടതുകൊണ്ടാണ്. ദീനിൻ്റെ ഗൗരവം, ദീനിൻ്റെ യഥാർത്ഥമായ വ്യാഖ്യാനങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, അതിൻ്റെ അടിസ്ഥാനപരമായ തൗഹീദ് വ്യക്തമാക്കി കൊടുക്കണം. മുഴുവൻ കാര്യങ്ങളും ദീൻ അനുസരിച്ചുകൊണ്ട് ആളുകൾ പോകുന്നൊരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് വരുമ്പോൾ എന്തറിയോ, ദീനിൻ്റെ പ്രമാണങ്ങളും അടിസ്ഥാനങ്ങളും അറിയാത്ത ആളുകൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും. എന്താ കുറച്ച് ആൾക്കാരെങ്ങനെ ഒരു പുതിയ കോലത്തിൽ, പുതിയൊരു രൂപത്തിൽ നിന്നാണ്. താടി കാണുമ്പോൾ, ഇസ്ലാമികമായ പർദ്ദ കാണുമ്പോൾ ആളുകൾ ചോദിക്കണം, ഇതൊന്നും മുമ്പില്ലല്ലോ, എന്താ ഇപ്പം അടുത്ത കാലത്ത് കുറേ ആൾക്കാർക്ക് താടി വന്നത്, കുറേ ആളുകളുടെ വസ്ത്രം എന്തിയെ നെരിയാണിക്ക് മേലെ കയറിപ്പോയത്? ഈ സംശയം സമൂഹത്തിൽ വരാനുള്ള കാരണം എന്താ അറിയോ? ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അറിയാത്തത് കൊണ്ട് മാത്രമാണ്. സുഹൃത്തുക്കൾ, ഒരു സാമാന്യ മുസ്ലിമിന്, ഒരു മുസ്ലിം നാമധാരിക്ക് അറിയുന്ന വിവരമാണ് എന്തറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് സമൃദ്ധമായൊരു താടി ഉണ്ടായിരുന്നു. ഇതറിയാത്ത മുസ്ലിം ഉണ്ടാവും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലീൻ ഷേവ് ആയിരുന്നു എന്ന് താടിയെ പരിഹസിക്കുന്ന, താടിയെ കളിയാക്കി ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി പറയോ സുഹൃത്തുക്കളെ? പറയില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് സമൃദ്ധമായ ഒരു താടി ഉണ്ടെങ്കിൽ ആ താടിയെ പിൻപറ്റൽ ഒരു മുസ്ലിമിന് കടമയില്ലേ? കടമയില്ലേ സുഹൃത്തുക്കളെ? ലളിതമായ ചോദ്യമാണ്. അപ്പം എന്താ അറിയോ, താടി വേറുള്ള ആളുകൾ വെക്കാത്തത് കൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു എന്നല്ലാതെ വെച്ച ആളുകളല്ല തെറ്റിദ്ധരിപ്പിക്കാൻ കാരണം. മുസ്ലിങ്ങളിൽ മുഴുവൻ ആളുകളും പ്രവാചകന്റെ മാതൃക പിൻപറ്റുകയാണെങ്കിൽ താടി ഇവിടെ ഒരു ചർച്ചാ വിഷയം തന്നെ ആവൂല. ഇന്ന് ഔദ്യോഗികമായ മുസ്ലിം മാസികകളിൽ പോലും വിവരമുള്ളവരെന്ന് വിചാരിക്കുന്നവർ താടിയെ പരിഹസിക്കുന്ന ലേഖനമുണ്ട്. നോക്കൂ നിങ്ങൾ, തുണി നെരിയാണിക്ക് മേലായി. ഇതാർക്കാ അറിയാത്തത്? പള്ളികളുടെ ചുമരുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും നെരിയാണിക്ക് താഴെ വസ്ത്രം പോകരുത്. 3 ആളുകളെ അള്ളാഹു സംസ്കരിക്കൂല, നോക്കൂല എന്ന് പറഞ്ഞാൽ 3 കൂട്ടർ ആരാങ്ങൾ? അന്നൊന്നാൽ മുസ്ബിലു ഇസാറഹു എന്നാണ്, വസ്ത്രം നെരിയാണിക്ക് നേരെ താഴ്ത്ത. അത് മാ അസ്ഫല മിനൽ കഅബൈൻ ഫഫിൻ നഹാറാണ്. നെരിയാണിക്ക് താഴെ വസ്ത്രം വന്നാൽ അത് നരകത്തിലാണ് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, അതറിയുന്നൊരു മുസ്ലിം കേട്ടിയെടുക്കൂലേ? ആ കേട്ടിയെടുക്കുന്നവനെ ഒരു പുതിയ പാട്ടിൻ്റെ ആളും ഒരു പുതിയ കാഴ്ചപ്പാടിൻ്റെ ആളും തീവ്രവാദിയുമാക്കുന്നതിൽ എന്താ അടിസ്ഥാനമുള്ളത്? ഒരു സ്ത്രീ അയഞ്ഞൊരു വസ്ത്രം ധരിക്കുന്നതാണ്. യുദ്ധിനീൻ ആലയിക്കുന്ന മിൻ ജലാബീബിക്കുന്ന, ഒരു മേൽവസ്ത്രം ധരിക്കണം. അയഞ്ഞൊരു വസ്ത്രമാണ് ധരിക്കുന്നത്. ഖുർആനിലെ ആയത്തുണ്ട്. ഈ ആയത്ത് ഇന്നലെ ഇറങ്ങിയതാ. ഇത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ട്. ആ ആയത്തനുസരിച്ച് വസ്ത്രം ധരിക്കാത്തതിന് സുഹൃത്തുക്കളെ ബാക്കിയുള്ളവരെങ്ങനെ കുറ്റക്കാരാകും? അതുകൊണ്ട് ശരിയായ ഇസ്ലാമിക മര്യാദകളെ അത് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. അപ്പം ഞങ്ങളെ കൂടെയുള്ള ആൾക്കാരാണെങ്കിലും വിട്ടുവീഴ്ചയല്ല. ഞങ്ങളെ കൂടെയുള്ള പല ആളുകളും ഇടക്കാലങ്ങളിൽ എഴുതി സംസം എന്ന് പറയുന്ന ആ പുണ്യമായ ജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും നിഷേധിച്ചു. നമ്മൾ ശക്തമായി പറഞ്ഞു. അപ്പോൾ ആളുകൾ പറഞ്ഞു, നിങ്ങളെ ആൾക്കാരെ തന്നെ നിങ്ങൾ പറയണു. സുഹൃത്തുക്കളെ, ഖുർആനും ഹദീസിനും എതിരെ പറഞ്ഞാൽ പിന്നെ നമ്മളാൾ വേറെ ആൾക്കാരൊന്നുമില്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളെയും ഹദീസുകളെയും തള്ളിപ്പറയുന്നത് ആരായിരുന്നാലും അത് ശരിയല്ലെന്ന് പറയാൻ ആദർശത്തിനും ഇസ്ലാമിക പ്രമാണങ്ങൾക്കും മുൻഗണന നൽകാൻ നമ്മളുണ്ടാകും. ഇസ്ലാമിൻ്റെ തൗഹീദിൽ അതിശക്തമായ ദുർവ്യാഖ്യാനങ്ങളുമായി ഇടപെട്ടു. ആര്? തൗഹീദിൻ്റെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകളും തന്നെ അതിൽ എതിർപ്പുകൾ ഉണ്ടായി. ഇപ്പം നമ്മളെന്താ ചെയ്തത്? ആ വ്യക്തികളെ ആക്ഷേപിക്കാൻ നമ്മൾ പോയിട്ടില്ല. എന്നുവെച്ചാൽ അവർ പറഞ്ഞ വ്യാഖ്യാനങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾക്ക് നിരക്കാത്തതാണെന്ന് നാടൊട്ടുക്കും നമ്മൾ ഗുണകാംക്ഷയോടെ വിശദീകരിച്ചു. ഇപ്പോൾ ഇവിടെ നടന്ന പ്രസംഗത്തിലും തൗഹീദിൻ്റെ മർമ്മം മുജാഹിദുകൾ തിരുത്തി, അതോടുകൂടെ മുജാഹിദുകൾക്ക് ഇനി തൗഹീദ് പ്രബോധനം ചെയ്യുവാനുള്ള അവകാശമില്ലെന്നും അവർ ആശയക്കുഴപ്പത്തിലാണെന്നും ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി ശ്രമിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവും, ഏറ്റവും ക്ലാരിറ്റി ഉണ്ടായിരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തൗഹീദിന്. ആ ക്ലാരിറ്റി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ ഈ പരിപാടി ഫൈസൽ മൗലിൻ്റെ അവസാനത്തെ വാചകവും പൂർത്തിയാകുന്നവരെ നിങ്ങൾ നിന്നാൽ ഇസ്ലാമിൻ്റെ തൗഹീദ് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാകും. ഇടയ്ക്കൊക്കെ ചോദിക്കാതെ എന്താ അതിൻ്റെ ഇടയിലുള്ള വ്യത്യാസം എന്നൊന്ന് അറിയേണ്ടിയെന്ന് സാധാരണക്കാരായ ആൾക്കാർ ചോദിക്കലുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രമാണങ്ങളോടാണ് കടപ്പാട്. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്, നരകമോചനമാണ്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ സത്യസന്ധമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പ്രസ്ഥാനമാണ് 1 നൂറ്റാണ്ട് കാലമായി മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് ഈ മഹത്തായ പ്രസ്ഥാനത്തെ തീവ്രവാദികളാക്കി ചിത്രീകരിച്ച് ഇതിൻ്റെ ആശയങ്ങൾ അജയ്യമല്ലെന്നും അത് നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ആശയക്കുഴപ്പത്തിലാണെന്നും പറയുമ്പോൾ, അത് ആയിരങ്ങളെ സാക്ഷി നിർത്തി പറയുമ്പോൾ അതിൽ മൗനം ദീക്ഷിച്ചാൽ അത് ശരിയാണെന്ന് സമൂഹം വിശ്വസിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ശരിയായ വിശദീകരണം നൽകുന്നത്. അവർ പറഞ്ഞത് ശരിയല്ലെന്നും ശരി ഇതാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആശയപരമായ വ്യത്യാസങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രഭാഷണം എന്ന നിലക്ക് ആ ഒരു മാനസികാവസ്ഥയോടുകൂടെ തന്നെ നമ്മുടെ സത്യം മനസ്സിലാക്കുവാനും നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനൊരു ശ്രമം എന്ന നിലക്ക് ഒരു ദീനിയായ മജ്‌ലിസാണെന്നുള്ള പൂർണ്ണ നിയ്യത്തോടുകൂടെയും ഈ പ്രസംഗങ്ങളെയും പ്രഭാഷണങ്ങളെയും നിങ്ങൾ ശ്രവിക്കണമെന്നാണ് പറയാനുള്ളത്. ഈ വാക്കുകൾ ഇവിടെ നിന്നാലും ഈ വാക്കുകളെ കേൾക്കാനുള്ള അവസരങ്ങൾ നിലക്കുന്നില്ല. ഈ ബോർഡ് സൂക്ഷിച്ചു വായിച്ചാൽ നിങ്ങൾക്കറിയാം, പെരിന്തൽമണ്ണയിൽ നിന്നും തന്നെ ലോകത്തുള്ള ഏതൊരു മലയാളിക്കും തൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ സുഖമായി കിട്ടുന്ന രൂപത്തിൽ പീസ് റേഡിയോ എന്ന് പറയുന്ന ഒരു നെറ്റ് റേഡിയോ ഇവിടെ ഉണ്ട്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പീസ് റേഡിയോ PEACE എന്ന് അടിച്ചു കൊടുത്താൽ 24 മണിക്കൂറും സ്റ്റുഡിയോ ക്ലാരിറ്റിയോടുകൂടെ ഇസ്ലാമിക പ്രഭാഷണങ്ങളും ഇസ്ലാമിൻ്റെ 57ലധികം പ്രോഗ്രാമുകളും നിങ്ങൾക്ക് ലഭിക്കും. എല്ലാ ദിവസവും 5 മിനിറ്റ് നേരം ഇസ്ലാമികമായ ഒരു പ്രഭാഷണം ഏകദേശം 600 ദിവസത്തിലധികമായിക്കൊണ്ട് കേരളത്തിലെ ധാരാളക്കണക്കിന് സാധാരണക്കാരായ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു വാട്സപ്പിലൂടെ. അതേപോലെ സുഹൃത്തുക്കളെ,
ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഭാവിയിൽ അടുത്ത ഏതാനും 3 വർഷത്തിനുള്ളിൽ കേരളത്തിൻ്റെ എല്ലാ ഗ്രാമാന്തരങ്ങളിലും ഇസ്ലാമിൻ്റെ ശരിയായ ആശയങ്ങളെ പരിചയപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു ഗാലറി എക്സിബിഷൻ ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്നു. ഇസ്ലാമിനെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും താല്പര്യമുള്ള സന്മനസ്സുള്ള ആളുകളോടൊപ്പം ദീനിൻ്റെ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചും ദീനിന് വിരുദ്ധമായ കാര്യങ്ങളെ തിരുത്തിക്കൊടുത്തും മുന്നോട്ട് പോകുന്നൊരു കൂട്ടായ്മയാണ് ഈ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം ഈ രംഗത്ത് വേണം. ഇത്തരം ഒരു വേദിക്ക് നമുക്ക് അവസരം തന്ന ആളുകൾക്ക് അള്ളാഹു പൂർണ്ണമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എന്തൊരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചുവോ അത് പൂർണ്ണ വിജയത്തിലെത്തുവാൻ അള്ളാഹുവിൻ്റെ കാരുണ്യവും സഹായവും നമുക്കുണ്ടാകുമാറാകട്ടെ. ഈ പ്രഭാഷണം ആദ്യാവസാനം വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു സഹായിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ